അപ്പം ഞാൻ സേതുവിനും കൂടെ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആവേശം എന്നുള്ള സിനിമയാണ്. അപ്പം വീട്ടിലെ അമ്മയും അനിയത്തിയൊക്കെ പോയി കണ്ടിട്ടുണ്ടായി. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ സേതുട്ട് ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കണായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ. ഞാൻ ഇതിൻ്റെ ടീച്ചറൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് പോകാനൊന്നും തോന്നുന്നുണ്ടായില്ല കേട്ടോ. എന്നാലും എല്ലാവരും നല്ല, എൻ്റെ അമ്മയും പറഞ്ഞു സൂപ്പർ പടമാണ്. അപ്പം നമുക്കൊന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. അപ്പം അതേ ലച്ചുവിനെ വീട്ടിലാക്കി ഞാൻ വീട്ടിൽ നിന്ന് ചോറും മീൻ വറുത്തതും പയറുപ്പേരിയും ചീരയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. സേതുവിന് ചോറ് വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു മാംഗോ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. അപ്പം അതേ നമ്മളിതേ ഇവിടെ ഒരു 9:45 കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സെൻട്രൽ മോളിൽ. അപ്പം ഇവിടെ എത്തി നമ്മൾ ലുലു മാളിലാണ് നോക്കിയത് സിനിമ. എന്ന് വെച്ചാൽ നമ്മൾ ലച്ചുവിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് പിന്നെ നമുക്ക് ലുലു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചെത്താലോ. എടപ്പള്ളിയല്ലേ വീട്, അപ്പം അങ്ങോട്ട് വരാലോ എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് ഇല്ല. അപ്പം നമുക്ക് ഇവിടെ ഉണ്ടാ കിട്ടിയത് സെൻട്രൽ മോളിൽ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ സെൻട്രൽ മോളിൽ വന്നിട്ട് സിനിപോളീസിൽ പോയി സിനിമ കാണാനായിട്ട് ഭയങ്കര നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ലച്ചു ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത്രയും ലേറ്റ് ആയിട്ടായിട്ട് നമ്മൾ സിനിമക്ക് വരികയുമില്ല. അതുപോലെ 2 വീലറും എടുക്കൂല ഇത്രയും ലേറ്റ് ആയിട്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പണ്ട് ചെയ്തതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ലേറ്റ് നൈറ്റ് ആയിട്ട് സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട്. വീട്ടിൽ 2 മണി അങ്ങനെയൊക്കെ കയറുമായിരുന്നു. ഇപ്പം അങ്ങനെ കുറേ ആയിട്ടൊക്കെ നമ്മളൊരു 12-11 അതിൻ്റെ ഉള്ളിൽ കയറാറുണ്ട്. അപ്പം ഇത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലേറ്റ് നൈറ്റ് മൂവി കാണാനായിട്ട് പോണത് ഞാൻ ചെയ്തതിന് മാത്രം. അപ്പം സേതുവിനോട് ഞാൻ പറയാം വിശക്കണില്ല എന്തെങ്കിലും വാങ്ങുന്നു പറഞ്ഞപ്പോഴത്തേക്കും സേതുവിൻ്റെ എന്താ ബർഗർ ഉണ്ട്, ഡബിൾ 9 ഒരു ബർഗർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 എണ്ണം കിട്ടുന്നതാണ് കേട്ടോ പറഞ്ഞത്, 99 രൂപയുടെ. അപ്പം അത് വാങ്ങി ഞാൻ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അതിൽ എനിക്കൊന്നും വെജീസൊന്നും ഇല്ല, പാറ്റിയും ഇതും ഓണിയനും അതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അത് 2 എണ്ണം വാങ്ങി 2 എണ്ണം ചെയ്തിട്ട് കഴിച്ചു. കാരണം ചെറിയ ബർഗർ. അപ്പം ഞാൻ സോഫ്റ്റീസ് വാങ്ങിയിട്ടുണ്ടായി. സോഫ്റ്റീസ് മാംഗോ ഫ്ലേവറാണ്. അപ്പം ലച്ചു ഇത് കാണുമ്പോൾ വിചാരിക്കും അമ്മ എപ്പോഴും ഇതാണല്ലോ പറയാൻ, ഞാൻ ഐസ്ക്രീമിനെ എപ്പോഴും മാംഗോയിലേക്കായിട്ടേ പോവുള്ളൂ. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ചോറ് വയറ് നിറച്ച് കഴിച്ച കാരണം വേറെ ഒന്നും എനിക്ക് കഴിക്കാനേ തോന്നുന്നുണ്ടായില്ല. അപ്പം ഇത് ചെയ്തിട്ട് മേടിച്ചു വന്നു. അപ്പം അതേ സമയം ഇപ്പം 10 മണിയായിട്ടുണ്ടായിട്ട്. അപ്പം അവിടെ ആൾക്കാർ സെൻട്രൽ മോളിൽ ഇത് ക്രിക്കറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അവിടെ ഇരുന്നൊരു സമയം പോയതേ എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. വേഗം തന്നെ 11 മണി ആയ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ എന്താ പറയുക പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും കാജലൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ സ്മഡ്ജായി കിടക്കണം. കാരണം പുതിയത് വാങ്ങിയതാണ് കേട്ടോ. അപ്പം അതെനിക്ക് അത്ര അങ്ങോട്ട് നല്ല സ്മൂത്തായിട്ടൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. ഞാൻ എപ്പോഴും കൊളോസൽ കാജലും ഐക്കോണിക്കൊക്കെയാണ് മേടിക്കാറ്. അപ്പം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. ലാക്മിയുടെയാണ് വാങ്ങിയത്. പക്ഷെ നന്നായിട്ട് സ്മൂത്താണ്, നമുക്ക് നല്ല ഡാർക്കാണ്. പക്ഷെ കുറേ അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടായില്ല. അപ്പം അതേ നമ്മളിത് കയറി 11 മണിയായപ്പോൾ എല്ലാവരും കയറി കഴിഞ്ഞപ്പോഴാണ് ഭയ സിനിമയ്ക്ക് കയറേണ്ടതെന്നും പറഞ്ഞ് കയറിയത്. അപ്പം പരസ്യമായിരുന്നു. അങ്ങനെ പരസ്യമൊക്കെ കുറേ നേരം നോക്കിയിരുന്ന് സിനിമയൊക്കെ നമ്മുടെ കണ്ടു കഴിഞ്ഞ് സിനിമ എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ചിരിയായിരുന്നു. അപ്പം അതേ സമയം ഇപ്പോൾ 1:45 നമ്മുടെ സിനിമ കഴിഞ്ഞു. നമ്മളിനി ഭക്ഷണമൊന്നും കഴിക്കണില്ല, കാരണം ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ കോട്ടുവായിട്ട് മടുത്ത് ഉറക്കം വന്ന് മതിയായി, കാരണം ഇത്രയും സമയമായല്ല. അപ്പം അതേ ഇതാണ് കേട്ടോ ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ എറണാകുളത്തെ നൈറ്റ് ലൈഫ്. കാരണം നമുക്ക് കടകളൊക്കെ ഓൾമോസ്റ്റ് അടച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്കിങ്ങനെ എന്താ പറയുക ആളുകളും വണ്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടുകടകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മെട്രോ പില്ലറില്ലേ അതിൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ കിടക്കാമോ എന്ന് സേതുവിനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ കിടക്കാൻ കുഴപ്പമില്ല, ഇങ്ങനെ പണിക്കൊക്കെ വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ കണ്ടു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കച്ചേരിപ്പടി. ഇപ്പം ഞാനിവിടെ കേട്ടോ പഠിച്ചത്. അപ്പോൾ നമ്മുടെ അവിടെ ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ സെയിൻറ്റ് ആൻമീസിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ സ്കൂളൊക്കെ കണ്ട് പിന്നെ നമ്മളിങ്ങനെ നല്ല രസം ഉണ്ടായി കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലേറ്റ് നൈറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കാർ എടുക്കണേക്കാളും നല്ലത് 2 വീലറാണ്. നല്ല തണുപ്പും കാറ്റും പിന്നെ നല്ല ഉറക്കം വരവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചു ഉണ്ടെങ്കിൽ നമുക്ക് പറ്റൂല കേട്ടോ. എന്ന് വെച്ചാൽ അവള് ഇത്രയും നേരമൊന്നും ഉറങ്ങാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ. അപ്പം ഇത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കുറേ ഇങ്ങനെ നല്ല രസമുണ്ടായി. പിന്നെ അതേ ബിഗ് ബോസിൻ്റെ കുറേ പോസ്റ്റർ ഉണ്ട്, ജാസ്മിൻ, ഗബ്രി, അങ്ങനെ ഇഷ്ടംപോലെ പരസ്യങ്ങൾ വെച്ചിട്ടുണ്ടായി. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ നോക്കി. അപ്പം പിന്നെ